Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഏത് ചാപ്റ്ററിലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ മിസ്സിന് പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മുടെ ക്ലാസ് 9 CBSE മക്കൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ നിഞ്ച ബാച്ചിൻ്റെ കാര്യം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറേ ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. അതിന് വെറും 2,999 rupees മാത്രമേ മക്കളെ ഒരു വർഷത്തിന് വരുന്നുള്ളൂ. സോ ആഗ്രഹിക്കുന്നവർ ഈ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. സോ അടിപൊളി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഇങ്ങനത്തെ MCQ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മുടെ നിഞ്ച ബാച്ചിൽ അവൈലബിൾ ആണ്. സോ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മിസ് കിടക്കുകയാണ്. ദാ പാസേജ് വായിച്ചോ. എന്താണ് പാസേജ്? The word matter refers to everything in the universe that has a mass and take up space. State of the matter are generally described on the basis of the qualities that can be seen or felt. Three states of matter can be found in daily life: solid, liquid, gaseous state. Matter that feels hard to maintain the fixed shape is called solid. Matter that feels wet and maintain its volume but not shape, and it is called liquid. And matter that can be changed both shape and volume, they are called gases. അപ്പോൾ ഗ്യാസ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ പറ്റിയിട്ടുള്ള കുറച്ച് പാസേജ് ആയിരുന്നു. അതിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In which form do the water molecule have less kinetic energy? Kinetic energy either water, steamer, അതോ all of them ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. എടാ മക്കളെ, നമുക്കറിയാം ഇത് ഏത് സ്റ്റേറ്റിലാണ്? വാട്ടർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിന് പറയുന്ന സമയത്ത് ഇതിൽ ഏത് ഫോമിലാണ് ഏറ്റവും കൂടുതൽ ലെസ് എനർജി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും ഐസിലാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഐസിലാണെന്ന് മിസ് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? അത് സോളിഡ് സ്റ്റേറ്റിലാണ്. വാട്ടർ പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ്, ഐസ് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ്, ആൻഡ് സ്റ്റീം എന്ന് പറയുമ്പോൾ ഗ്യാസ് സ്റ്റേറ്റ്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഐസിനാണ് ലെസ് കൈനറ്റിക് എനർജി, ഗ്യാസിനായിരിക്കും കൂടുതൽ അല്ലേ? എന്ന് വെച്ചാൽ സ്റ്റീമിനായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവുക. സോ ആൻസർ ഐസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ ലിക്വിഡ് ഫേസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് നോട്ട് ഡെഫിനിറ്റ് വോളിയം. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ഈസ് നെയ്തർ എ ഡെഫിനിറ്റ് ഷേപ്പ് ഓർ ഡെഫിനിറ്റ് വോളിയം. ഏതാണ് മക്കളെ വരിക? ഏതിനാ? ലിക്വിഡ് ഫേസിന് ഏതാണ് ചോദിച്ചിട്ടില്ല അല്ലേ? ലിക്വിഡ് ഫേസിന് നമുക്കറിയാം ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? ലിക്വിഡിന് ഒരിക്കലും ഷേപ്പ് ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു സാനിറ്റൈസർ എടുത്താൽ ഇതിൽ നോക്കുക, ഇതിൽ നിൽക്കുന്നതിൽ ഏതിലാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് ആ ലിക്വിഡിന് ഉണ്ടാവും. ഇതിപ്പോൾ വേറെ എടുത്താൽ വേറെ ഷേപ്പ് ആയിരിക്കും. സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ഫോർ ഗ്യാസസ്? Gas do not have definite shape and volume. Volume of the gas is equal to the volume of the container confining the gas. Confining gas expert uniform pressure on the wall of the container in all direction. Mass of the gas cannot be determined by weighting a container in which it is enclosed. ഏതാണ് മക്കളെ വരാ? ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഗ്യാസിനെ പറ്റി ചോദിച്ചിട്ടില്ല അല്ലേ? ഈ മൂന്നാമത്തെ നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ നോക്കി. മാസ് ഓഫ് ദ ഗ്യാസ് cannot be determined by weighting the container which is in enclosed. അതല്ലേ റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം the mass of the gas can be determined by weighting the empty container. നമ്മൾ LPG കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് എടുക്കുമ്പോൾ നമുക്ക് അതിൽ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ? സോ ഇറ്റ് ഈസ് ഫില്ലിംഗ് വിത്ത് ദ ഗ്യാസ്, എഗെയിൻ വെയിറ്റിംഗ് ദ കണ്ടെയ്നർ വിത്ത് ഗ്യാസ്. നമുക്ക് വീണ്ടും കാലിക്കുറ്റി എന്നൊക്കെ പറയില്ലേ, നമ്മൾ കാലി LPG, അതുപോലെ അത് കഴിഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്തിട്ടുള്ള LPG, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. സോ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. റെഡി? അടുത്ത നോക്കിക്കോ. ഗ്യാസസ് ആർ ഈസിലി കംപ്രസ്ഡ് ബട്ട് ലിക്വിഡ്സ് cannot be compressed. What can be the interfered by the statement എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾ ആർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണോ? ആൻഡ് ദ ഗ്യാസ് പാർട്ടിക്കിൾ ആർ സ്പേസ്ഡ് ഫർദർ അപ്പാർട്ട് ഓഫ് ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണോ? ആൻഡ് ദ ഗ്യാസ് പാർട്ടിക്കിൾ ഹാവ് ലെസ് എനർജി ദാൻ ലിക്വിഡ് പാർട്ടിക്കിൾ. ദ ഗ്യാസ് പാർട്ടിക്കിൾ മൂവ് മോർ റാപ്പിഡ്ലി ഇൻ ലിക്വിഡ് പാർട്ടിക്കിൾസ്. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിൽ ഏത്? ഗ്യാസസ് ആർ ഈസിലി കംപ്രസ്ഡ് ബട്ട് ലിക്വിഡ്സ് cannot be compressed എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നോക്കട്ടെ മക്കളെ. ദ ഗ്യാസ് പാർട്ടിക്കിൾ മൂവ് റാപ്പിഡ്ലി than
the liquid particles. ഇതാണ് ഇതിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. The last space between the particle of the gas allow the gas to be easily compressed. അല്ലേ, ഗ്യാസിനെ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. നല്ല പ്രഷറൊക്കെ കൊടുത്താൽ നല്ലതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ലിക്വിഫൈഡ് ആയിട്ട് നിങ്ങൾ സിലിണ്ടറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആസ് ദ സോളിഡ് മെൽറ്റ് to form liquid, interparticle force of attraction decrease ചെയ്യണോ, the kinetic energy of particle decrease ചെയ്യണോ, compressibility increase ചെയ്യണോ, all of the above ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏതാണ് മക്കളെ ഇതിൽ ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ശരിയാണല്ലേ, എല്ലാം സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ ഇന്റർപാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യാണ്, കാരണം സോളിഡ് ആയിട്ടുള്ള ആള് ലിക്വിഡ് ആകുന്നു, കുറച്ചും കൂടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാണ്, കംപ്രസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. സോ അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. റീഡ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻസ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദി ഇൻഫോർമേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് വൺ സബ്സ്റ്റൻസ് ബ്രിറ്റിൽ ആണെന്ന് പറയുന്നു. സെക്കൻഡ് വൺ -2 മെൽറ്റ് അറ്റ് 5 ഡിഗ്രി ആൻഡ് ബോയിൽ അറ്റ് 150 ഡിഗ്രി. ആൻഡ് സബ്സ്റ്റൻസ് 3 ആണെന്നുണ്ടെങ്കിൽ ഹാസ് high melting point of 800 degrees Celsius. Substance 4 ആണെങ്കിൽ has melting point -169 degree and ബോയിലിംഗ് പോയിന്റ് -104 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് വാട്ട് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് 4 എന്ന് വെച്ചാൽ -150 ഡിഗ്രി ടു -100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ അതിന് ഏത് സ്റ്റേറ്റ് ആണുള്ളത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ് ആണ് മക്കളെ വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 150 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ദ മെൽറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ ദ ഫോർത്തിന്റെ -169 degree and the boiling point is -104 degree. So therefore 150 degree the substance 4 will be solid ആയിരിക്കും. 100 ഡിഗ്രിയിൽ അതെന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് 1ന്റെ കേസിൽ 3 at room temperature, -1 and 3 at room temperature എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? സബ്സ്റ്റൻസ് 1ന്റെ കേസിൽ ദ ഫിസിക്കൽ സ്റ്റേറ്റ് cannot be determined only based on the information that it is brittle. അത് ബ്രിട്ടിൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. However, the substances that brittle are often solid at room temperature. അല്ലെ, നോർമലി അതെങ്ങനെയാണ് കാണാൻ പറ്റുക? നമുക്ക് സോളിഡ് ആയിട്ടാണ് കാണാൻ പറ്റുക എന്ന് പറയാം. ഇനി നോക്കുക, സബ്സ്റ്റൻസ് 3ന്റെ കേസിലാണെങ്കിൽ അത് സോളിഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ സബ്സ്റ്റൻസ് 1 ബ്രിട്ടിൽ സബ്സ്റ്റൻസ് ആണ് ആൻഡ് സബ്സ്റ്റൻസ് 3 എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. It will be the solid state at room temperature -25 degree Celsius. Approximately 25 degree Celsius എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് 2 at 100 degree Celsius? ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണ് ചോദിച്ചത്. നോക്കുക, രണ്ടാമത്തേത് ഏതാ വരുന്നത്? മെൽറ്റ് അറ്റ് 5 degree Celsius, ബോയിൽ അറ്റ് 150 degree Celsius എന്നാണ് പറയുന്നത് അല്ലേ. നോക്കടാ, അത് ഏതാ വരിക? അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു 5 degree Celsius ബോയിൽ ചെയ്ത് 150 degree Celsius അതെന്താവുന്നുണ്ട്. ആൻഡ് ദെർഫോർ the 100 degree Celsius ആയതുകൊണ്ട് തന്നെ സബ്സ്റ്റൻസ് 2 എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് നോക്കിക്കോ ലാസ്റ്റ്. Out of this 1, 2, 3, 4, which one has the strongest force of attraction? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതിലാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റും. ഇറ്റ് ഈസ് സബ്സ്റ്റൻസ് 3 ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ക്യാൻ ബി ഇന്റർഫെയർ ബൈ ദ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. മെൽറ്റിംഗ് പോയിന്റ് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സബ്സ്റ്റൻസ് 3 ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞത് ആ ഉരുകുന്ന ഒരു ടെമ്പറേച്ചർ അല്ലേ, അത് 800 degree Celsius ആയതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ്. കാരണം അവർ ഉരുകണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ആളുകളല്ലേടാ. അതിലൊരു ചൂട് കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആവണമെങ്കിൽ അവ കൂടുതൽ സമയം ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് 3 ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് പാസേജ് വായിച്ചോളൂ. Matter is anything that occupies space and has mass. Matter is classified into solid, liquid, gas. നമുക്കറിയാം. And in solid state closely packed ആണ്, very strong force of attraction ആണെന്ന് പറയുന്നു. Particle can be vibrate and rotate around a fixed position. അത് vibrate ചെയ്യുന്നുണ്ട്, rotate ചെയ്യുന്നുണ്ട്. In liquid state the particle are closely, very less closely packed ആണ് and have a strong force of attraction but less than solid
particle can move through the liquid. In gaseous state, particles are far apart from the weak force of attraction that is in state of constant random motion. Gases can be easily compressed while the solid liquid is incompressible എന്നാ പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ അവർ പറയുന്നത് എന്താ, സോളിഡ് ലിക്വിഡ് ഗ്യാസിനെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ക്ലിയർ ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആൻഡ് inflated balloon is placed in a refrigerator, what will happen എന്നാ ചോദിക്കുന്നത്. ബലൂൺ ഷ്രിങ്ക് ചെയ്യാണോ, will shrink and particle will move faster and become closer ആണോ, balloon will expand and particle will move faster become far apart ആണോ, balloon will shrink and particle will move slower become close together ആണോ, അതോ balloon will expand ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിലേതാണ് മക്കളെ ആൻസർ വരാ. റെഫ്രിജറേറ്ററിൽ ഒരു ബലൂൺ വെച്ചാൽ എന്താണ് സംഭവിക്കുക? ബലൂൺ വിൽ ഷ്രിങ്ക്, പാർട്ടിക്കിൾ വിൽ മൂവ് ക്ലോസർ ആൻഡ് ബിക്കം സ്ലോവർ ആയിട്ട് പോയിട്ട് ക്ലോസർ ടുഗെദർ ആവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതെന്താണ് ഒരു കാരണം? വെൻ ഇൻഫ്ലാറ്റഡ് ബലൂൺസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റെഫ്രിജറേറ്റർ, ടെമ്പറേച്ചർ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യാണ് അല്ലേ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് എന്താ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? ഡിക്രീസ് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് കോസ് ദ ഗ്യാസ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബലൂൺ മൂവ് സ്ലോവർ ആയിട്ട് അത് മൂവ് ചെയ്തിട്ട് നൈസ് ആയിട്ട് ക്ലോസ് ആയിട്ട് അടുത്തടുത്തോട്ട് വരും. ടെമ്പറേച്ചർ കുറഞ്ഞില്ലേ, അപ്പൊ ഇതിങ്ങനെ പതിയെ പതിയെ ചെറുതാവാൻ തുടങ്ങും അല്ലേ. ചുരുങ്ങി 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 ചെറുതായിട്ട് ബലൂൺ എന്താവും? ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ദേ ക്വസ്റ്റ്യൻ, when solid changes into vapor the process is called. സോളിഡ് വേപ്പർ ആയിട്ട് മാറുക, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുക, അതിനെ നമ്മൾ എന്ത് പേരാടാ വിളിക്കുക? ദാറ്റ് ഇസ് കോൾഡ് സബ്ലിമേഷൻ. എക്സാമ്പിൾ നമ്മുടെ നാഫ്തലീൻ പാറ്റ ഗുളികയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തൊരു എക്സാമ്പിളാ? സബ്ലിമേഷൻ എക്സാമ്പിളാ. അത് നമ്മൾ ജസ്റ്റ് ഒരു അലമാരയിൽ കൊണ്ട് ഇട്ട് വിചാരിച്ചോ, പാറ്റ ഗുളിക വാങ്ങിച്ചിട്ട് അത് സോളിഡ് സ്റ്റേറ്റിലാണല്ലോ നിൽക്കുന്നത്. അതെന്നാ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അതവിടെ കാണുകയില്ല, വാനിഷ് ആയി പോയി. ബിക്കോസ് ഓഫ് സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറി. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുക. SG എന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. സോളിഡ് നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറുക കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സബ്സ്റ്റൻസ് മെൽറ്റ് 5 degrees Celsius and boil at 150 degrees Celsius, what will be the physical state at room temperature എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര ആയിരിക്കണം മക്കളെ അതിന്റെ ഫിസിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? റൂം ടെമ്പറേച്ചർ ഈസ് ബിറ്റ്വീൻ ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസസ്. Therefore the substance will be liquid state at room temperature അല്ലേ. റൂം ടെമ്പറേച്ചറിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ആൻഡ് അടുത്തൊരു അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ തന്നെയാണ്, why do we feel more cold after taking bath with hot water? ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് അനുഭവിക്കുന്നതല്ലേ. നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കായിട്ട് കോൾഡ് ഫീൽ ചെയ്യും. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we feel more cold after taking bath with hot water because when we step out, നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്ത്, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ the water of our body skin can evaporate അല്ലേ. അതിങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഇവാപ്പറേറ്റ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. the evaporation process requires heat. അപ്പൊ ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ, ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണടാ? ഹീറ്റ് വേണം അല്ലേ. അപ്പൊ നമ്മൾ ഇവാപ്പറേഷൻ പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ആള് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാ. നമ്മുടെ വെള്ളം ചൂടാക്കി നീരാവിയായിട്ട് പോവാ അല്ലേ. അപ്പോ വിച്ച് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് അവർ ബോഡി കോസിങ് കൂളിംഗ് എഫക്ട്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അതിങ്ങനെ ഇവാപ്പറേറ്റ് ആയി പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ തണുത്തിരിക്കുന്നത്, കോൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. In an experimental activity, crushed ice was taken in a beaker in thermometer is fitted in such a way that the bulb was thoroughly surrounded by ice. The beaker is now slowly heated and temperature we regulated noted. The temperature rises gradually as the heating is continued and become constant when ice melt changing into liquid. Select the correct answer എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? വാട്ട് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ കൺവേർഷൻ ഓഫ് ഐസ് ഇൻ ടു വാട്ടർ. ഐസ് വാട്ടറായി മാറുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവാപ്പറേഷൻ, സബ്ലിമേഷൻ, ഫ്രീസിങ്, ഫ്യൂഷൻ ഓഫ് സോളിഡ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് സോളിഡ് ആണ്. ബിക്കോസ് ഐസ് മെൽറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അല്ലേ, ഐസ് ഉരുകുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് എ സ്പെസിഫിക് നെയിം ഈസ് ഗിവൺ ബൈ ദ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ? ലാറ്റന്റ് ഹീറ്റ് ആണോ, ബോയിലിംഗ് പോയിന്റ് ആണോ, മെൽറ്റിംഗ് പോയിന്റ് ആണോ, കണ്ടൻസേഷൻ പോയിന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പെസിഫിക് നെയിം ഗിവൺ ടു
കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ അതിന് എന്താ കൊടുക്കാൻ പറ്റുക? അതാണ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ, ഉരുകുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, അതേ പിടിച്ചോ. ദ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്, ലാറ്റന്റ് ഹീറ്റ്, റെസിഡ്യുവൽ ഹീറ്റ്, നൺ ഓഫ് ദിസ് എബോവ് എന്നാണ് പറയുന്നത്. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് കോൾഡ് ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ പാസേജ് വായിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. റെഡി? ഇതാ നോക്കിക്കോ. Where does the heat energy go when the temperature does not rise? It make molecular motion of the liquid faster. It raise the temperature of the beaker only. It is useless for bringing the complete change of the state. It slows down molecular motion. ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ വേണം നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിസ് ഓരോരുത്തരുടെയും കമന്റ് നോക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള കുറേ കേസ് സ്റ്റഡീസ് ഇനിയും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇതിൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കാം. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ മിസ് വരാം. സോ അതുവരേക്കും ബൈ ബൈ ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ബൈ.